തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പഞ്ചാബിലെത്തുമ്പോൾ പല കള്ളക്കളികളും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കലാപങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മമതാ ബാനർജി തെരുവിലിറങ്ങിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ BLOമാരുടെ കള്ളക്കളിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനായി വീട് തോറും പോകുന്നതിന് പകരം ചായക്കടകളിൽ നിന്നും പ്രാദേശിക ക്ലബ്ബുകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഫോമുകൾ വിതരണം ചെയ്യുന്നതിന് ബംഗാളിലെ 8 ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശനിയാഴ്ച കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് SIR നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബംഗാളിൽ ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ അട്ടിമറിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ബീഹാർ മാതൃക പിന്തുടരാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതനുസരിച്ച് BLOമാർ വോട്ടർമാരുടെ വീടുകൾ സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യുന്നതിനും ശേഖരിക്കുന്നതിനും നിർബന്ധിതരായിരിക്കുകയാണ്. എന്തായാലും വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയ്ക്ക് കീഴിലുള്ള ഓൺലൈൻ വോട്ടെണ്ണൽ ഫോം സമർപ്പിക്കുന്നതിന് വോട്ടർ ഐഡന്റിറ്റി കാർഡിനൊപ്പം ഒരു മൊബൈൽ നമ്പറോ ഇമെയിൽ ID ലിങ്കോ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. മൊബൈൽ നമ്പറോ ഇമെയിൽ ID ലിങ്കോ ഇല്ലെങ്കിൽ ഓൺലൈൻ ഫോം സ്വീകരിക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. വീട് തോറും പോകുന്നതിന് പകരം ക്രമരഹിതമായി വോട്ടെണ്ണൽ ഫോമുകൾ വിതരണം ചെയ്യുന്നതിന് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 8 ബൂത്ത് ലെവൽ ഓഫീസർമാർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.